ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മുടിയൊക്കെ ഇരിക്കണുണ്ടോ? ഇതൊക്കെ കുറേ ഇതൊക്കെ തൂത്ത് വെച്ചേക്കുന്ന കൺമഷി പോലത്തെ ഒരു സംഭവം, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് തീർന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ ഒരു വഴിക്ക് പോയപ്പോൾ അത് മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പുരട്ടണേന് മുമ്പ് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് നല്ല സംഭവമാണത്. നല്ല സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പല അലർജിയും തുമ്മലും നമുക്ക് പെട്ടെന്നൊരു വഴിക്ക് പോകേണ്ടി വരുമ്പോൾ അധികം സമയം എടുക്കാതെ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഇത് ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് ഇത് നമുക്ക് പ്രയോജനപ്പെടും. പോണ സമയത്ത് മാത്രമാണല്ലോ തേക്കേണ്ടത്. മറ്റൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. നെല്ലിക്കാപ്പൊടി എല്ലാവരും ഞാൻ ചെയ്തു നോക്കി, പക്ഷേ ഇനിയും പൊടിയുടെ ഗുണമേന്മക്കുറവോ എന്തോന്നും എനിക്കറിയില്ല. പിന്നെ കുറേ സമയമൊക്കെ നമ്മൾ തലയിൽ വെക്കണമല്ലോ, അപ്പോൾ ഇതൊക്കെ തണുപ്പ് കൂടിയതാണല്ലോ. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടും ഉള്ളതാണ്. ആവതും ഞാൻ ഇതൊന്ന് തൂത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സംഭവം എന്നെപ്പോലെ ഉള്ളവർക്ക് ഉപകരിക്കുമെങ്കിൽ ആകാലോ. അപ്പോൾ ആ സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 കൂട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നൊരു ഷാമ്പു ഇന്നിപ്പോൾ തലയൊക്കെ കഴുകി കളഞ്ഞ് അതിൻ്റെ നമ്മൾ അഴുക്കൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം നാളെ ആ ഷാമ്പു ഉപയോഗിക്കാൻ. അപ്പോൾ ആ വീഡിയോ ഞാൻ നാളെ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ സംഭവം കാട്ടിത്തരാം. മറ്റേതെന്ന് പറഞ്ഞു ഇത് നമ്മൾക്ക് അധികം ദിവസം നിൽക്കില്ല. ഈ ഷാമ്പു ആയാലും മറ്റേത് കൂട്ടായാലും നമുക്ക് ഒരു മാസമൊന്നും കിട്ടുമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഈ സൈഡൊക്കെ നര വന്നു തുടങ്ങും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനത് തൂത്ത് വെച്ചത് കൊണ്ട് കാണാത്തതാണ്. ഒരുപാട് നരയുണ്ട്, എനിക്ക് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നരയുണ്ട്. ആ നര എനിക്കിത് ഇങ്ങനെ കാണുമ്പോൾ എന്നോട് എല്ലാവരും വീഡിയോയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഭയങ്കര ക്ഷീണമുള്ളൂ തോന്നുന്നത്. അപ്പം എനിക്കറിയാം ഈ ഡൈ ചെയ്യാതെ ആകുമ്പോഴാണ് എന്നെ കണ്ട അങ്ങനെ തോന്നുന്നത്. അപ്പം ഞാനതിന് മറുപടിയൊന്നും പറയാറില്ല. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനം കാണിച്ചു തരട്ടെ കേട്ടോ. നമ്മൾ എന്ത് കൂട്ടും എടുക്കുമ്പോൾ പുതിയത് ഡേറ്റ് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. ഏത് കൂട്ടം അങ്ങനെ തന്നെ, പഴക്കം വന്നത് എടുക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തുറന്നു കഴിയുമ്പോൾ ഈ നമ്മൾ പണ്ടൊക്കെ ഹൈബ്രോ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നല്ലോ, അപ്പോൾ അതുപോലെ നല്ല വണ്ണത്തിൽ ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്തിട്ട് നമ്മുടെ നരയുള്ളിടത്തൊക്കെ തൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. ഈ ഡൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ സംഭവം നല്ലതാണ്. അപ്പം ഞാൻ മറ്റേ ഷാമ്പു ഇടയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് വീണ്ടും മുടി വെളുത്ത് വരുമ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഇത് കറുപ്പിക്കുന്നത്. ഇതാണ് ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണിത്. കണ്ടില്ലേ, ഇത് നമുക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ.
ഇതാണ് സംഭവം. നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സംഭവമാണത് വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. ഉണ്ടോ, ഞാനത് ഊരിയെടുത്തു. ഞാൻ അടപ്പ്, ഇതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ് പോലെയുണ്ട്, കയറി വന്നാണ്ട. അതെ, ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ തലയിൽ തൂത്ത് ഉള്ളോടൊക്കെ തൂത്ത് വയ്ക്കാം. കണ്ണാടി നോക്കിയിട്ട് തൂത്ത് വയ്ക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അതിൽ നിന്ന് വിട്ടു പോരും ഇത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അത് ഒരു പേപ്പർ കൂട്ടി പിടിച്ച്, അപ്പം ഞാൻ ചെയ്തതിൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്, അതുകൂടെ കാട്ടിത്തരാം. കണ്ടോ, ഇതുപോലെയാണ്. അപ്പോൾ ഇത് ഞാൻ കടലാസിൽ പൊതിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അതിന്മേൽ അത് വിട്ടു പോന്നു. നമ്മൾ പണ്ട് നെറ്റി പുരികൊക്കെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അതാണ് ഇത് സംഭവം. തൂത്താൽ പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെ കുഴപ്പമുള്ളവരൊക്കെ. ഇനിയിപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളൂ കേട്ടോ, ഇത് കഴുകിയാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ളത്.